ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ. ഹി ഗോസ് ടു ദി സ്കൂൾ എവറി ഡേ. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഒരു കുട്ടി സ്ഥിരമായി സ്കൂളിലോ കോളേജിലോ പോകുന്നു, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ സ്ഥിരമായി സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കാൻ പോകുന്നു എങ്കിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ. അതേസമയം ഒരാൾ തൻ്റെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കാനോ തിരികെ കൂട്ടിക്കൊണ്ടുവരാനോ പോയാൽ നമ്മൾ പറയും ഹി ഗോസ് ടു ദി സ്കൂൾ എവറി ഡേ എന്നാണ്. ഇവിടെ രണ്ട് വാക്യങ്ങളിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ആദ്യ വാക്യത്തിൽ ദി എന്ന ആർട്ടിക്കിൾ ഇല്ല, രണ്ടാമത്തെ വാക്യത്തിൽ ദി എന്ന ആർട്ടിക്കിൾ ഉണ്ട്. രണ്ട് വാക്യങ്ങളുടെയും അർത്ഥം ഒന്ന് തന്നെയാണ്. എന്താണത്? അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം വന്നത്? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്കാദ്യം ദി ഉപയോഗിക്കാത്ത സാഹചര്യം നോക്കാം. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, ചർച്ച്, മോസ്ക് തുടങ്ങിയ സ്ഥലങ്ങൾ ഏത് കാര്യത്തിനാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടിയാണ് ഒരാൾ അവിടെ പോകുന്നതെങ്കിൽ ദി ചേർക്കില്ല. ഉദാഹരണം, ഹി ഗോസ് ടു സ്കൂൾ. ഇവിടെ അവൻ പോകുന്നത് പഠിക്കാനാണ്. സ്കൂളിൻ്റെ പ്രാഥമിക ലക്ഷ്യം അതാണ്. ഇനി ദ ടീച്ചർ ഗോസ് ടു കോളേജ്. അധ്യാപകൻ പോകുന്നത് പഠിപ്പിക്കാനാണ്. അതും ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. ഇതുകൊണ്ടാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പോകുമ്പോൾ ഹി ഗോസ് ടു സ്കൂൾ എന്ന് മാത്രം പറയുന്നത്. ഇനി നമുക്ക് ദി ഉപയോഗിക്കുന്ന സാഹചര്യം നോക്കാം. പഠിക്കാനോ പഠിപ്പിക്കാനോ അല്ലാതെ മറ്റൊരു കാര്യത്തിനായി, ഉദാഹരണത്തിന് കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ, അല്ലെങ്കിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് തിരിച്ച് മടക്കി കൊണ്ടുവരാൻ, അതുമല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ കാണാൻ, അല്ലെങ്കിൽ കെട്ടിടം പണിയാൻ ഒരാൾ അവിടെ പോകുമ്പോൾ ആ കെട്ടിടത്തെ സൂചിപ്പിക്കാനാണ് ദി ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ഹി ഗോസ് ടു ദ സ്കൂൾ. ഇവിടെ അദ്ദേഹം പോകുന്നത് പഠിക്കാനല്ല, മറിച്ച് തൻ്റെ കുട്ടിയെ ആ കെട്ടിടത്തിൽ കൊണ്ടുവിടാനോ തിരികെ കൊണ്ടുവരാനോ ആണ്. അപ്പോൾ ഇവിടെ സ്കൂൾ എന്നത് വെറുമൊരു കെട്ടിടം, ബിൽഡിംഗ് മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ ദി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ?